അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇസ്രായേലും മറുവശത്ത് കുറേ നാളായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കുമോ? മറ്റൊന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ഇന്ത്യക്ക് കിട്ടുമോ? കാരണം അവരൊക്കെ തന്നെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് സപ്പോർട്ട് അവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ലേ? ഇതിന് ഒരു തീവ്രവാദത്തിനെതിരെ, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലാണ് എങ്കിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കാനുള്ള, പ്രത്യേകിച്ചും വികസിത ലോകം, പാശ്ചാത്യ ലോകം ഒന്നിച്ചു നിൽക്കാനുള്ള ചെറിയ സാധ്യതയുണ്ട്. പക്ഷെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അവരാരും ആഗ്രഹിക്കുന്നില്ല. അവർക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വ്യാപാര യുദ്ധം ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യയാണ് പാശ്ചാത്യ ലോകവും. ഇസ്രായേൽ മാത്രമാണ് മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് ഇസ്രായേലുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ 1999 കാർഗിൽ യുദ്ധ സമയത്താണ് ഇസ്രായേൽ നൽകിയ വിലപ്പെട്ട വിവരങ്ങൾ ഇന്ത്യക്ക് പ്രയോജനമായത്. ആ യുദ്ധത്തിലാണ്. അതിനുശേഷം ഒരുപാട് ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലുമായി. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീഷണികൾ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ മൊസാദിൻ്റെ ഉൾപ്പെടെയുള്ള സേവനം ആവശ്യമാണ്. മൊസാദിൻ്റെ ഒരു ചെറിയ ടീം ഡൽഹിയിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്യുന്നു എന്നുകൂടി പറയുമ്പോൾ യഥാർത്ഥ ഇന്ത്യ ഇസ്രായേൽ സഹകരണം വളരെ വലിയ തോതിലാണ്, മറ്റൊരു തലത്തിലെത്തി നിൽക്കുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനും ആയുധങ്ങൾ അധികം ഇപ്പോൾ നൽകാനാവില്ല. സാങ്കേതിക സഹായവും ലോജിസ്റ്റിക്കൽ സഹായവും, അതുമാത്രമല്ല ചില കീ ഇൻപുട്ടുകൾ തരാനാവും. ഇൻ്റലിജൻസ് ഷെയറിംഗ് സാധിക്കുമെന്നതല്ലാതെ സാറ്റലൈറ്റ് ഇമേജ് ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾക്ക് വലിയ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇസ്രായേൽ ഒരു യുദ്ധത്തിലാണ്, ഹമാസുമായി പോരാട്ടത്തിൽ നിൽക്കുന്ന രാജ്യമാണ് എന്നുകൂടി പരിഗണിക്കണം. അതുകൊണ്ട് മറ്റാരും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യക്കെതിരെ രാജ്യങ്ങൾ സംഘടിക്കാൻ കാര്യമായ സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല. പാകിസ്ഥാൻ അനുകൂലമായി ചൈനയോ, അല്ലെങ്കിൽ ഒരു പരിധിവരെ ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയാം വേണമെങ്കിൽ തുർക്കിയുടെ വിമാനങ്ങൾ പാകിസ്ഥാനിൽ വന്നു, ആയുധങ്ങൾ കൊടുത്തു. അതൊക്കെ ഒരു കെട്ടുകഥയായി മാത്രമാണ് തുർക്കി വിശേഷിപ്പിക്കുന്നത്. അവർ റീഫ്യൂലിങ്ങിന് വേണ്ടി വിമാനങ്ങൾ കറാച്ചിയിലെത്തിയതാണ് എന്നാണ് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ പറഞ്ഞത്. അതുപോലെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യ പിണക്കുന്നൊരു നയം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. സൗദി അറേബ്യയുടെ കാശ്മീർ നയം വ്യക്തമായി ഇന്ത്യക്ക് അനുകൂലവുമാണ്. പ്രധാനപ്പെട്ട അറബി മുസ്ലിം രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നിഷ്പക്ഷത പാലിക്കുകയോ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് പാകിസ്ഥാന് കാര്യമായ സഹകരണമില്ല. പക്ഷേ ഉറപ്പായി ചൈനയിൽ നിന്നും ലഭിക്കാവുന്ന സഹകരണമുണ്ട്. കാരണം ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ